അപ്പൊ ഞാൻ ഈ വർക്ക് ലോഡ് എന്നുള്ള സാധനം എന്റെ മനസ്സിൽ കയറി. അപ്പൊ ശരിയാണ്, ബുംറ ഒരു ഇന്റർനാഷണൽ ബോളറാണ്, നമ്മളുടെ ഒരു അസറ്റാണ്. പുള്ളിയുടെ വർക്ക് ലോഡ് കുറച്ച് പുള്ളിയെ കൂടുതൽ സീരീസ് കളിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ നമ്മുടെ ഫോക്കസ് അതാണ്, ആ സ്പോർട്സിലെ ഒരു പ്രൈം ഫോക്കസ്, എനിക്കത് മനസ്സിലായി. പക്ഷെ ഈ വർക്ക് ലോഡ് എന്ന് പറയുന്ന സാധനം വെച്ചാൽ നീ ഒന്ന് ആലോചിക്കുക, ബുംറയെ പോലത്തെ ഒരു പ്ലെയർക്ക് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ നാഷണൽ കോൺട്രാക്ട് കിട്ടിയാൽ തന്നെ ഏകദേശം ഒരു വർഷത്തിൽ എങ്ങനെ വന്നാലും 1 കോടിക്ക് മേളിൽ പൈസ കിട്ടും. IPL കളിക്കുമ്പോൾ ഒരു 15 കോടി എടുത്ത് കിട്ടും. പിന്നെ പരസ്യങ്ങളായി അതായി ഇതായി. അപ്പം എവിടെ വേണമെങ്കിലും ചികിത്സിക്കാം, ഏത് രീതിക്കുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസും പുള്ളിക്കുണ്ട്, ഫുഡെല്ലാം അങ്ങനെ. എന്നിട്ടും പുള്ളിക്ക് വർക്ക് ലോഡ് ഉണ്ട്, 3 ടെസ്റ്റിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക. അപ്പൊ ഇത് തന്നെ ഈ വർക്ക് ലോഡ് എന്ന് പറഞ്ഞ സാധനം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ, ഈ ബുംറയ്ക്കൊക്കെ മതിയോ വർക്ക് ലോഡ് ഒഴിവാക്കല്? നീ നമ്മുടെ സാധാരണ ആൾക്കാരൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു ക്രിക്കറ്റ് ഫാനാണ്, എങ്കിൽ പോലും ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മളൊരു മെഡിക്കൽ കോളേജിൽ പോകുന്നു, നമ്മളെ കാണാനിരിക്കുന്ന ഡോക്ടർ ഒരു ദിവസം എത്ര പേഷ്യൻസിനെ നോക്കുന്നുണ്ടാവും? ഏകദേശം എങ്ങനെ വന്നിട്ട് 300 പേരെ നോക്കില്ലേ? പിന്നെ ഈ 300 പേരെ നോക്കുന്ന ഡോക്ടർ, എന്നിട്ട് ഈ 259 അല്ലെ 289 കയറി ചെല്ലുന്ന ഒരാൾ ചിലപ്പം അയാളെ ഈ ഡോക്ടർ നോക്കി ചിരിച്ചില്ലെന്ന് പറഞ്ഞ് ചിലപ്പോൾ വീഡിയോ എടുത്തിടും. ശരിയല്ലേ? അല്ലേ? ആ ഡോക്ടറിനോട് മര്യാദയ്ക്ക് പെരുമാറില്ല, അല്ലെങ്കിൽ നിങ്ങളോട് മാറും, അടുത്ത ആളെ നോക്കട്ടെ എന്ന് പറയും. അല്ലെ കാഷ്വാലിറ്റിയിൽ വേറെ ഒരു മേലാത്ത ഒരാൾ വന്നാൽ ഈ ഡോക്ടറിനെ പോയി നോക്കണം കാഷ്വാലിറ്റിയിൽ, അല്ലേ? ഏത് ശരിയാണ്. ഇവിടെ 300ാമത്തെ ആള് കാണാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും കാഷ്വാലിറ്റിയിൽ ഒരാൾ വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഈ ഡോക്ടർ ഇരുന്നിട്ട് ഓടിപ്പോവും. സ്വാഭാവികമായിട്ടും മുമ്പിലിരിക്കുന്ന ആൾക്ക് ദേഷ്യം വരും. പക്ഷെ ആ ഡോക്ടറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവര് 10 വർഷം പഠിച്ചിട്ട് വേണം, 10 വർഷം നീ ആലോചിക്കണം, 10 വർഷം പഠിക്കണം എന്തെങ്കിലും പൈസ അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ. ഈ 10 വർഷം പഠിച്ചിട്ട് ഈ 300 വരെ നോക്കിയിരുന്നിട്ട് അവർക്ക് കിട്ടുന്നത് സ്റ്റാർട്ടിങ് 1 ലക്ഷം രൂപ പോലും ഇല്ല. അവർ പ്രൈവറ്റിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ബിസിനസ്സുകാരും ചെയ്യുന്നുണ്ടല്ലോ. അതിന് പ്രൈവറ്റിൽ പോയി അവർ പൈസ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ പൈസ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൈവറ്റിൽ പോയി ഇത് പഠിക്കാതെ ബിസിനസ് ചെയ്ത് ചെയ്യാലോ. അപ്പൊ ശരിക്കും ഞാൻ ആലോചിക്കും, ഈ വർക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സോ കോൾഡ് സ്പോർട്സ് താരങ്ങൾക്ക്, നമ്മുടെ ഈ മിന്നും താരങ്ങൾക്ക് മാത്രം മതിയോ? നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇതൊക്കെ വേണ്ടേ? നമുക്ക് നല്ല ഡയഗ്നോസിസ് കിട്ടണ്ടേ? നമുക്ക് നല്ല സർവീസ് കിട്ടണ്ടേ? 5 വർഷത്തെ ജോലി പെൻഡിങ് കിടക്കുന്നിടത്ത് ഒരു ക്ലറിക്കൽ സർവീസിന് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നമ്മൾ ചൂടായിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ആ പരിപാടി അവിടെ നടന്നിട്ടില്ലെങ്കിലോ? എല്ലാം ഇപ്പോഴും പല സ്ഥലങ്ങളിലും കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ ചെന്നിട്ട് ഞാൻ പറയുവാണ്, ഇന്ന് ഞാനൊരു അപേക്ഷ കൊടുത്തു, സാറേ എന്റെ ഇന്ന സാധനം, എന്റെ പറമ്പിൽ ഇന്ന സാധനം നോക്കിയിട്ടില്ല. 2 ആഴ്ചയായിട്ടും അത് നടന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് വഴക്ക് വിട്ട് ബഹളം ഉണ്ടാക്കി തിരിച്ചു വരുമ്പം 6 വർഷം മുമ്പ് കൊടുത്തോണ്ട് നടന്നിട്ടുണ്ടാവില്ല അവിടെ. ചിലപ്പോ സിസ്റ്റത്തിൽ കേട്ടിട്ടുണ്ടാവില്ല, അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയും. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാൻ പറയട്ടെ, അപ്പോഴും അവിടെ ഒരു വർക്ക് ലോഡ് മാനേജ്മെന്റ് ഇല്ലേ? ശരിക്കും ഇത്രയും ആൾക്കാർ മാത്രം ജോലി ചെയ്താൽ മതിയോ? ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ടേ? ഒരു ഡോക്ടർ തന്നെ 300 വരെ നോക്കുന്നതാണോ നല്ലത്? അതോ ഒരു 3 ഡോക്ടർ ഇരുന്ന് 100 വരെ കൃത്യമായിട്ട് നോക്കി നല്ല ഡയഗ്നോസിസ് കൊടുത്ത് നല്ല ചികിത്സ കൊടുക്കുന്നതാണോ നല്ലത്? നമ്മുടെ രാജ്യത്ത് എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നി എന്താണെന്ന് അറിയണം, നമ്മുടെ നാട്ടിൽ ഓരോ കോഴ്സിലും ഓരോ സ്ഥലങ്ങളിലും റാങ്ക് ഉള്ളവരെ മാത്രം നമ്മൾ ഉയർത്തി കാണിക്കും. 1ാം റാങ്ക്, ഗോൾഡ് മെഡൽ, ശരിയല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമുക്ക് ഈ ഗോൾഡ് മെഡലുള്ള 100 പേരിൽ ഗോൾഡ് മെഡലുള്ള ഒരാളെ കിട്ടിയിട്ട് നമുക്ക് എന്താണ് ഗുണം? ആ 100ൽ 80 പേരും ഒരു 75% മേളിൽ കഴിവുള്ളവരായിട്ട് വന്ന് ജനങ്ങളെ സേവിക്കുമ്പോഴല്ലേ നമുക്ക് ബലപ്പെടുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സാഹചര്യം വേണ്ടേ? അപ്പൊ നമുക്ക് ഈ പ്രൊഡക്ടിവിറ്റി കൂടണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് മറ്റ് രാജ്യങ്ങളിൽ ഇരുന്ന് കുറ്റം പറയുമ്പോൾ, ഏത് ജപ്പാനിൽ അങ്ങനെയാണല്ലോ, ഇന്ന രാജ്യത്ത് സൂപ്പർ ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് സൂപ്പർ ആകും. നമ്മുടെ രാജ്യത്ത് സൂപ്പർ ആവണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വിഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. നമ്മളത് വലിയ നിലയിലല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ ഒരു പോലീസുകാരൻ ജോലി ചെയ്യുന്നു, രാവും പകലും ഇല്ലാതെ അയാൾ ജോലി ചെയ്യുക, ശരിയല്ലേ? പിന്നെ ഒരു കോൺസ്റ്റബിൾ വിഭാഗം വരെയുള്ളവർക്ക് ടെൻഷൻ കുറച്ച് കുറവാണെങ്കിലും അവരും രാവിലെ വൈകുന്നേരം ഉൾപ്പെടെ ജോലി ചെയ്യണം. ഒരു SI തൊട്ട് മേളിലേക്ക് അവർക്ക് സമാധാനമേ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് പ്രശ്നം വന്നാലും ഓടിയെത്തണം, എവിടെ പോയാലും ഓടിയെത്തണം, മുകളിലിരിക്കുന്നവർ ചീത്ത കേൾക്കണം. കാരണം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുവാണ്. അപ്പൊ ഈ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും സാറേ എന്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു, കുറച്ച് സമയമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നിർബന്ധമില്ല. അവരുടെ അന്നത്തെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ വർക്ക് ലോഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളുടെ ക്ലറിക്കൽ സിസ്റ്റം ആയിക്കോട്ടെ, നമ്മളുടെ പോലീസിങ് സിസ്റ്റം ആയിക്കോട്ടെ, നമ്മുടെ ടീച്ചറിങ് സിസ്റ്റം ആയിക്കോട്ടെ, ട്യൂട്ടറിങ് സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ ആയിക്കോട്ടെ, നമ്മളുടെ മെഡിക്കൽ സെക്ടർ ആയിക്കോട്ടെ, ഇതൊന്നും മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം അതിൽ ജോലി ചെയ്യുന്നവർ ഇത്രയും ട്രോമയിലൂടെ കടന്നുപോയിട്ടാണ് ജോലി ചെയ്യുന്നത്.
എന്നിട്ട് ഇത്രയെങ്കിലും അവർ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതിയും അവരെ മനസ്സിലാക്കാനുള്ള കാഴ്ചപ്പാടും ഉള്ള ഒരു ജനസമൂഹം ഇവിടെ വളർന്നു വന്ന് പൊളിറ്റിക്കലി ഉള്ള ആൾക്കാർ അതിനു വേണ്ട കാര്യങ്ങളും നിയമനങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരണ്ടേ? കാരണം ഇവരെ കൊണ്ട് ഉപകാരം ഉണ്ടാവേണ്ട ആർക്കാ? നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കല്ലേ ഉപകാരപ്പെടണ്ടേ? ഇപ്പൊ പൈസ ഉള്ളവർക്കും ഉപകാരപ്പെടണമെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ബെസ്റ്റ് സാധ്യത കിട്ടുന്ന മാർഗം അവർ കണ്ടെത്തും. അതുപോലെ അല്ലല്ലോ അന്നന്ന് ജോലി ചെയ്ത് വരുന്നൊരു വിഭാഗം. അപ്പൊ വർക്ക് ലോഡ് എന്ന് പറയുന്നത് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമായിരുന്നു. ഈ 16 കോടിയും ഓരോ വർഷം മേടിക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല വർക്ക് ലോഡ് ഉണ്ട്. ഇവിടുത്തെ ഓരോ ജനങ്ങളും, ഇന്ത്യയിലുള്ള ഓരോ ജനങ്ങളും അവനവന്റേതായിട്ടുള്ള രീതിയിൽ ഹീറോയാണ്. അവരവരുടെ കർത്തവ്യത്തിലും അവരുടെ ജോലിയിലും ബെസ്റ്റാണ്.